രണ്ടാഴ്ചത്തെ അമേരിക്കൻ യാത്ര കഴിഞ്ഞ് ഞാൻ വന്നതേ ഉള്ളൂ. കുട്ടിക്കാലം തൊട്ട് തന്നെ നമ്മളെ കൊതിപ്പിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് അമേരിക്ക. നമ്മുടെ മാത്രമല്ല, ലോകത്തുള്ള എല്ലാവരുടെയും ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ് അമേരിക്ക. ന്യൂയോർക്കിലെ ആ ഇമിഗ്രേഷൻ കൗണ്ടറിൽ നിൽക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ലോകത്തെ നമ്മൾ അറിയുന്ന 200ഓളം രാഷ്ട്രങ്ങളിലെ പലതരത്തിലുള്ള ആളുകൾ അവിടെ അമേരിക്കയിലേക്ക് ഒന്ന് കടക്കാൻ വേണ്ടിയിട്ട് ഇമിഗ്രേഷൻ കൗണ്ടറിൽ നിൽക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ അങ്ങനത്തെ ഒരു ലോകത്തെ എല്ലാ ജനതയുടെയും ഒരു ഡ്രീമായിട്ടാണ് അമേരിക്ക നമ്മുടെ മനസ്സിലുള്ളത്. അപ്പൊ അമേരിക്കയിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പ്രധാനപ്പെട്ടിട്ട് ഒരു രാഷ്ട്രത്തിലേക്ക് പോകണമെങ്കിൽ അവരുടെ അനുവാദം വേണം, വിസ വേണം. നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അമേരിക്കൻ വിസ. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, അമേരിക്കൻ വിസ എങ്ങനെയാണ് ഒരു ശരാശരി മലയാളിക്ക് കിട്ടുക. 2, എന്താണ് അമേരിക്കൻ വിസ. 3, ഒരു അമേരിക്ക യാത്ര എന്ന് പറയുന്നത് എന്താണ് നമുക്ക് മനസ്സിൽ കൊണ്ടുവരാൻ പറ്റുന്നത്. അത് ഓരോ വ്യക്തികൾക്കും ഓരോന്നാണ്, എന്നാലും എൻ്റെ അനുഭവവും കാഴ്ചപ്പാടുമാണ് ഞാൻ പറയുന്നത്. എന്താണ് നമ്മൾ മനസ്സിൽ കൊണ്ടുവരുന്നത്. അപ്പൊ ഇങ്ങനെ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ കാര്യം, എങ്ങനെയാണ് ഒരു അമേരിക്കൻ വിസ നമുക്ക് കിട്ടുക. അപ്പൊ ഈ അമേരിക്കൻ വിസ ഇന്ത്യൻ പാസ്പോർട്ടിൽ വരുമ്പോൾ എന്താണ് അതിൻ്റെ പ്രിവിലേജസ് എന്ന് വെച്ചാൽ അമേരിക്കൻ വിസയ്ക്ക് മാത്രമുള്ള കുറച്ച് കാര്യങ്ങൾ, മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നും വ്യത്യാസമായിട്ട് ഉള്ള കാര്യങ്ങൾ. അതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, മറ്റുള്ള മിക്ക രാഷ്ട്രങ്ങളിലും നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പ്രധാനമായിട്ടും ഡോക്യുമെന്റേഷനാണ്. നമ്മുടെ ബാങ്കിൽ എന്ത് പണമുണ്ട്, എന്ത് ITR ഉണ്ട്, അവിടെ ആരെങ്കിലും സ്വന്തമുണ്ടോ, അവിടുന്ന് റെഫറൻസ് ഉണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. എല്ലാം ഡോക്യുമെന്റേഷനാണ്. അതേ സ്ഥാനത്ത് അമേരിക്കൻ വിസ എന്ന് പറയുന്നത് ഡോക്യുമെന്റേഷൻ മാത്രമല്ല, ഈ അപേക്ഷിക്കുന്ന വ്യക്തിയെ നേരിട്ട് കണ്ട് അവർക്ക് സംസാരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കൊടുക്കുന്ന, അതായത് ഡോക്യുമെന്റേഷൻ ഉണ്ട്, അതിനുശേഷം നേരിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ട്, ഇങ്ങനെ കൊടുക്കുന്ന ഒരു വിസ ആയതുകൊണ്ടാണ് അമേരിക്കൻ വിസ ലോകത്ത് മറ്റ് രാഷ്ട്രങ്ങളും ഏറ്റവും പവർഫുൾ ആയിട്ട് കാണുന്നത്. അപ്പൊ അതിന്റെ ഘട്ടങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അതിനു മുമ്പ് ഈ അമേരിക്കൻ വിസയുടെ പവർ എന്ന് പറഞ്ഞാൽ, ലോകത്ത് ഉള്ള എല്ലാ രാഷ്ട്രങ്ങളിലും ഈ അമേരിക്കൻ വിസ പതിച്ചിട്ടുള്ള ഒരാൾക്ക്, അതിപ്പോ ഞാനൊരു ഇന്ത്യക്കാരന്റെ കാഴ്ചപ്പാടിലാണ് എല്ലാം പറയുന്നത്, നമ്മൾ ശരാശരി ഒരു ഇന്ത്യക്കാരന്റെ പാസ്പോർട്ടിലുള്ള ഒരു അമേരിക്കൻ വിസ അതുണ്ടെങ്കിൽ നമുക്ക് 3 തരത്തിലുള്ള അഡ്വാൻറ്റേജസ് യാത്രകളിൽ കിട്ടും. ഒന്ന്, പല രാഷ്ട്രങ്ങളും അമേരിക്കൻ വിസയുള്ള ആളുകൾക്ക് ഫ്രീ അറൈവൽ കൊടുക്കും. അവിടെ നമുക്ക് വേറെ അവിടുത്തെ ആ കൺട്രിയുടെ വിസ പോലും വേണ്ട, അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ പോവാം, സ്ഥലം കാണാൻ വരാം. മറ്റൊന്ന്, വിസ ഓൺ അറൈവൽ കൺട്രീസ്. വിസ ഓൺ അറൈവൽ എന്ന് പറയുമ്പോൾ അമേരിക്കൻ വിസയുള്ള ഒരാൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ വിസ അപ്പം തന്നെ അടിച്ചു കിട്ടും. അതിന് നമ്മൾ അവരുടെ മറ്റുള്ള നടപടിക്രമങ്ങളിലേക്കൊന്നും പോകണ്ട. വിസ ഓൺ അറൈവൽ, ഉദാഹരണത്തിന് ദുബായ് ഉൾപ്പെടെ, ദുബായിൽ നമുക്ക് അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അവരപ്പോൾ തന്നെ UAE വിസ നമുക്ക് അടിച്ചു തരും. മൂന്നാമത്തത് ട്രാൻസിറ്റ് വിസ. ട്രാൻസിറ്റ് വിസ എന്ന് പറയുന്നത് ഇപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് സിംഗപ്പൂര്. സിംഗപ്പൂര് അത്യാവശ്യം ഹൈലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു നാഷനാണെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഈ US വിസയുള്ള ഒരാൾക്ക് സിംഗപ്പൂര് വഴി യാത്ര ചെയ്യുകയാണെങ്കിൽ, നമ്മൾ മലേഷ്യക്ക് പോകുന്നു, സിംഗപ്പൂര് വഴിയാണ് പോകുന്നത് എങ്കിൽ സിംഗപ്പൂര് 4 ദിവസം നമുക്ക് ട്രാൻസിറ്റില് ഈ വിസയുടെ, അമേരിക്കൻ വിസയുടെ ബലത്തിൽ അവര് സിംഗപ്പൂർ വിസ അടിച്ചു. ഇത് ഞാൻ സംസാരിക്കുന്നത് 2024 മെയ് 14-നാണ്. ഇന്നത്തെ സാഹചര്യം വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. US വിസയുള്ള ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർക്ക് 50ഓളം രാഷ്ട്രങ്ങളിൽ വിസ ഫ്രീ എൻട്രിയോ, വിസ ഓൺ അറൈവൽ എൻട്രിയോ, ട്രാൻസിറ്റ് എൻട്രിയോ ഒക്കെ ഉണ്ട്. അത് ഇന്നത്തെ സാഹചര്യമാണ്.
ഈ അമേരിക്കൻ വിസയുടെ മഹത്വങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് കാര്യം കൂടെ നമ്മൾ പറയേണ്ടതുണ്ട്. ഒന്ന്, അമേരിക്കൻ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള ഒരു പാസ്പോർട്ടിൽ നമ്മൾ മറ്റ് വിസകൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ വിസകളൊക്കെ കുറച്ചുകൂടെ എളുപ്പത്തിൽ കിട്ടും. ഉദാഹരണം, അമേരിക്കൻ വിസയുടെ തൊട്ട് താഴെ നിൽക്കുന്നു എന്ന് നമുക്ക് പറയാവുന്ന UK വിസ, ഷെങ്കൻ വിസ, ഓസ്ട്രേലിയൻ വിസ തുടങ്ങിയിട്ടുള്ള വിസകളൊക്കെ അമേരിക്കൻ പാസ്പോർട്ടുള്ള ഒരാൾക്ക് ഒരുപാട് തടസ്സം കൂടാതെ അവർ തരും. മറ്റൊന്ന്, ഈ ഫസ്റ്റ് സ്റ്റാമ്പിങ്ങിൽ തന്നെ ആദ്യത്തെ ദിവസം തന്നെ 10 വർഷത്തിന് സ്റ്റാമ്പ് ചെയ്ത് തരുന്ന ഏക വിസയും അമേരിക്കൻ വിസയാണ്. അപ്പോൾ ഒരിക്കൽ നമുക്ക് വിസ അപ്രൂവൽ ആയാൽ അത് 10 വർഷത്തിനാണ്. ഇനി ഒരു മലയാളി, ഒരു ഇന്ത്യക്കാരൻ എങ്ങനെയാണ് ഈ അമേരിക്കൻ വിസ അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് നേടുന്നത്? അമേരിക്കയുടെ എംബസിയോ കോൺസുലേറ്റ്സോ ഒക്കെ ഇന്ത്യയിലുണ്ട്. എനിക്ക് തോന്നുന്നു 5 സ്ഥലത്ത്, ചെന്നൈ, ഹൈദരാബാദ്, ബോംബെ, ഡൽഹി, കൽക്കത്ത, ഇങ്ങനെ 5 സ്ഥലത്താണെന്നാണ് എൻ്റെ അറിവ്. എന്തായാലും നമുക്ക് ഇവിടുന്നാണ് വിസ കിട്ടുന്നത്. അപ്പോൾ ഈ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് വിസയുടെ 3 സ്റ്റേജസ് ഉണ്ട്. ഒരു വിസ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ ഒരു വിസ പ്രോസസ്സിൽ 3 സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത്, അമേരിക്ക ഒരു പേപ്പർലെസ് കൺട്രി ആയതുകൊണ്ട് തന്നെ എല്ലാം ഓൺലൈനാണ്. ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ഈ വിസയും മൈഗ്രേഷനും ഒക്കെ തന്നെയും അമേരിക്കയിലെ ഫെഡറൽ ഗവൺമെന്റിന്റെ കീഴിലാണ്. അമേരിക്കയിലെ വിസ എന്ന് പറയുന്നത്, അമേരിക്കയിൽ പലതരത്തിലുള്ള വിസകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, ജോലി സംബന്ധമായിട്ട് TCSലും വിപ്രോയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അവിടെ പോവുകയാണെങ്കിൽ അവർക്ക് ഉള്ള വിസ വേറെ, ജേർണലിസ്റ്റ്, ആർട്ടിസ്റ്റ് അങ്ങനെയൊക്കെ ആയി പോകുന്നവർക്ക് വേറെ വിസ, ഡിപ്ലോമാറ്റ്സിന് വേറെ വിസ, നമ്മൾക്ക് അല്ലാതെ പോകുന്ന ബിസിനസ് ടൂറിസ്റ്റ് ആവശ്യങ്ങൾക്ക് പോകുന്നവർക്ക് വിസ. നമ്മൾ അതാണ് നോർമലി അപ്ലൈ ചെയ്യുക. B1 B2 വിസ എന്ന് പറയും. B1 B2, B1 ബിസിനസ്സിനും ആവശ്യത്തിനും, B2 ടൂറിസ്റ്റ് ആവശ്യത്തിനും, ഈ കോൺഫറൻസിന് പോവുക, അതുപോലെ അവിടെ നമ്മുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ കൂടുതൽ പേരും മോളുടെ പ്രസവത്തിനൊക്കെ പോകുന്ന അങ്ങനത്തെ ഒരു ലൈഫ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അതൊക്കെ B1 B2 വിസയിലാണ്. അപ്പോൾ ഈ B1 B2 വിസയാണ് ഒരു ടൂറിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ, അല്ലെങ്കിൽ ഒരു വെക്കേഷന് പോകുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക. ഇത് അപ്ലൈ ചെയ്യുന്നത്, അമേരിക്ക ഒരു പേപ്പർലെസ് കൺട്രി ആയതുകൊണ്ട് തന്നെ എല്ലാം ഓൺലൈനാണ്. അതിനൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, DS-160 എന്ന് പറഞ്ഞിട്ടൊരു ഫോമാണ്. അതിലൊരു 50-ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്യലാണ് ആദ്യത്തെ സ്റ്റേജ്. എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് ഓൺലൈൻ ആപ്ലിക്കേഷൻ, സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ, പിന്നെ ഫീസ് അടവ്. അത് കഴിയുമ്പോൾ എവിടെയാണ് പോകാൻ പറ്റുക എന്നുള്ളതിൻ്റെ അപ്പോയിൻമെൻ്റ് എടുക്കണം. ഈ അപ്പോയിൻമെൻ്റ് എനിക്ക് തോന്നുന്നത് എളുപ്പമല്ല. അപ്പോൾ ഇന്ത്യയിൽ എവിടെ നോക്കിയാലും, ഇപ്പോൾ ചെന്നൈയിൽ, നമ്മുടെ അടുത്തുള്ള ചെന്നൈയിൽ 2025 മാർച്ചിന് ശേഷമേ ഉള്ളൂ അപ്പോയിൻമെൻ്റ് എന്നാണ് കേട്ടത്. സെക്കൻഡ് സ്റ്റേജ്, ഇതിലെ പ്രധാനപ്പെട്ട, ഈ US വിസയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബയോമെട്രിക്. ബയോമെട്രിക് എന്ന് പറഞ്ഞാൽ അത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതും ഈ പറയുന്ന കോൺസുലേറ്റുകളോട് ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു പ്രോസസ്സാണ്. ബയോമെട്രിക് സെന്റേഴ്സ് എല്ലാം ഔട്ട്സോഴ്സ്ഡ് ആണ്. അത് US നേരിട്ട് ചെയ്യുന്നതല്ല, ഒക്കെ ഇന്ത്യക്കാരാണ് ചെയ്യുന്നത്. എനിക്ക് ബയോമെട്രിക്കിന് കിട്ടിയത് ബോംബെയിലായിരുന്നു. 100 ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കും, നമുക്ക് ടൈം ഉണ്ടാവും, നമുക്ക് അതിൻ്റെ ലെറ്റർ ഉണ്ടാവും. അതൊരു 5-10 മിനിറ്റ് നേരത്തെ കാര്യമുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ഈ ബയോമെട്രിക് സെന്ററിൽ സമയം അനുസരിച്ച് വിളിക്കും. ഈ DS-160 ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ജാതകവും കുടുംബ കാര്യങ്ങളും, നമ്മുടെ അച്ഛൻ അമ്മ, ബാങ്കിൽ എത്ര കാശിൻ്റെ വരുമാനം എന്താണ്, നമ്മുടെ എന്തൊക്കെ കുട്ടികൾ എത്ര പേരുണ്ട്, എല്ലാ കാര്യവും നമ്മളതിൽ എഴുതണം. അതിൽ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ എഴുതണം. നമ്മൾ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഏതൊക്കെ ഫോൺ ഉപയോഗിച്ചു എന്ന് എഴുതണം. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ആകെ മൊത്തം അവരൊന്ന് പരിശോധിക്കുന്ന രീതി. അത് കഴിഞ്ഞിട്ടാണ് ഇന്റർവ്യൂ ഡേറ്റ് കിട്ടുന്നത്. ചിലപ്പോൾ തൊട്ട് ദിവസങ്ങളിൽ തന്നെ, ഇന്ന് ബയോമെട്രിക്, നാളെ ഇന്റർവ്യൂ, അല്ലെങ്കിൽ അങ്ങനെ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞായിരിക്കാം, 2 സെന്റേഴ്സിലായിരിക്കാം. എങ്ങനെ വേണമെങ്കിൽ അത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പലർക്കും പല ഏരിയയിലാണ് കിട്ടുന്നത്. എനിക്ക് ഇന്റർവ്യൂ കിട്ടിയത് ഡൽഹിയിലായിരുന്നു. ഇന്റർവ്യൂ എന്ന് പറയുന്നതാണ് അടുത്ത ഏറ്റവും വലിയ പ്രധാനപ്പെട്ട, ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായിട്ടും നമ്മൾ കുറെ യൂട്യൂബൊക്കെ കയറി തപ്പും, ഇന്റർവ്യൂ എങ്ങനെയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ. ഇന്റർവ്യൂ എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ ഒന്ന് പേടിപ്പിക്കുന്ന ഒരു സംഗതിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ചെറുതായിട്ടുണ്ട് എന്ന് പറയും. അത് ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയല്ല, പക്ഷെ അതങ്ങനെയാണ്.
അപ്പോൾ സമയമാകുമ്പോൾ നമ്മളെ വിളിക്കും, നിരയായിട്ട് പോകും. അവർ നമ്മുടെ അപ്പോയിൻമെൻറ്റ് ടൈം നോക്കും, അതെല്ലാം നോക്കി ഉള്ളിലേക്ക് കടത്തിവിട്ട് പല ലൈനുണ്ട്, ഓരോ സ്റ്റേജിൽ മാറി മാറി. അവിടെയും പോകുമ്പോൾ ആദ്യം ഒന്നുകൂടെ നമ്മുടെ ബയോമെട്രിക് അവർ നോക്കും. അവിടുത്തെ ഒരു പ്രത്യേകത, ഈ കൗണ്ടറിൻ്റെ ഉള്ളിലിരിക്കുന്നത് നമ്മുടെ ഈ ബാങ്കിലൊക്കെ കാഷ്യർ ഇരിക്കുന്ന മാതിരിയുള്ള കൗണ്ടേഴ്സാണ് എല്ലാം. ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന എല്ലാം അമേരിക്കക്കാരാണ്. അമേരിക്കക്കാരെ നമ്മൾ ആദ്യം കാണുന്നത് ഈ കോൺസുലേറ്റിൻ്റെ ഉള്ളിലാണ്, ബാക്കി ഇതുവരെ ഇന്ത്യക്കാരാണ്. അടുത്തതാണ് ഇൻ്റർവ്യൂവിന് നമ്മൾ പോകുന്നത്. അപ്പം ക്യൂസ് ഇങ്ങനെ മാറും, ഇവിടുന്ന് കഴിഞ്ഞവർ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ടേൺ എത്തുന്നതിന് മുമ്പ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, വേറൊരു വിസ ഓഫീസർ ഇൻ്റർവ്യൂവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് തോന്നുന്നത്. ബയോമെട്രിക് കഴിഞ്ഞ് ഈ 160 ഫോമും സബ്മിറ്റ് ചെയ്തിട്ട് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ഈ ആപ്ലിക്കേഷനിൽ ഒരു സ്ക്രൂട്ടിനി ഉണ്ട്. മേ ബി ഓട്ടോമേറ്റഡ്, എനിക്ക് തോന്നിയില്ല അമേരിക്കയിൽ ആളുകൾ ഇരുന്ന് നോക്കുമെന്നുള്ളത്. ബട്ട് ദർ ആർ സിസ്റ്റംസ് വേർ ദീസ് ആപ്ലിക്കേഷൻസ് വിൽ ഗോ ത്രൂ. അത് അങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അതിൽ എന്തെങ്കിലും ഒരു തടസ്സം, റിസ്ക് കാണുന്ന കാര്യങ്ങൾ അവിടെ അവർ ഫ്ലാഗ് ചെയ്യും. ഒരു വിസ ഓഫീസർ, ഒരു അമേരിക്കൻ വിസ ഓഫീസറുടെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടതാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വിസിറ്റഡ് കൺട്രീസ് എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ നമ്മൾ സിംഗപ്പൂര്, മലേഷ്യ, സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ എഴുതിക്കൊണ്ട് കുഴപ്പമില്ല. നമ്മളതിൽ അഫ്ഗാനിസ്ഥാൻ എന്ന് എഴുതിയിട്ടുണ്ടെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ഇറാൻ എന്ന് എഴുതിയിട്ടുണ്ടെന്ന് വയ്ക്കുക, സ്ക്രൂട്ടിനി സിസ്റ്റത്തിൽ അവിടെ റെഡ് ഫ്ലാഗ് വരും. അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, യൂട്യൂബ് അങ്ങനത്തെ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇതിൽ ഏതിലെങ്കിലും ഒന്നില് നമ്മളൊരു ആന്റി അമേരിക്കൻ അങ്ങനെ എന്തെങ്കിലും അവർക്കൊരു ക്ലൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ റെഡ് ഫ്ലാഗ് വരും. വിസ ഓഫീസറുടെ മുന്നിൽ ഈ സ്ക്രീൻ വരുമ്പോൾ അത് പെട്ടെന്ന് അയാൾ അതിൽ കയറി പിടിക്കും. ഈ ഇന്റർവ്യൂവിന്റെ അവിടെ, ഈ ഇന്റർവ്യൂ കൗണ്ടറിൽ വേറെ മറ്റ് ഇന്ത്യക്കാരൊന്നും ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല. ഉള്ളിലിരിക്കുന്ന ഈ അമേരിക്കൻ എന്താ പറയുക ഓഫീസർ മാത്രമേ ഉള്ളൂ. അപ്പൊ അതില് ഒരു കാര്യം അവിടെ ഉള്ളത്, ഈ കണ്ണാടി കൂടെ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ കട്ടിങ്ങേ ഉള്ളൂ അതില്. അപ്പോൾ ഈ പറയുന്നത് മൈക്കിലൂടെയാണ് പറയുന്നത്, പുറത്ത് സ്പീക്കർ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു സ്പീക്കറിലൂടെ അയാൾ പറയുന്ന ചോദിക്കുന്നതൊക്കെ കേൾക്കാം, നമുക്ക് മറുപടി കൊടുക്കുന്നത് അയാൾക്ക് തിരിച്ചും കേൾക്കും. അതിൽ തന്നെ നമ്മൾ ഈ പാർലമെന്റിലൊക്കെ സംസാരിക്കുന്ന മാതിരി രണ്ട് രീതിക്ക് അയാൾ ഇംഗ്ലീഷ് പറയുന്നത് നമുക്ക് ഹിന്ദിയിൽ പുറത്ത് കേൾക്കും. ആ ട്രാൻസ്ലേഷനും ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നുണ്ട്. അത് എൻ്റെ മുമ്പിൽ നിന്നിരുന്നവർക്ക് സംഭവിച്ചത് ഞാൻ നോക്കി മനസ്സിലാക്കിയതാണ്. നോർത്ത് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അവരോട് അങ്ങേരെ ഇംഗ്ലീഷിലാണ് പറയുന്നത്, പക്ഷെ ആ ഇംഗ്ലീഷിൽ പറയുന്ന അതേ വോയിസ് ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റഡ് ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. പണ്ട് ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടോ. ഒരാൾ നിന്ന് അതിന്റെ പേരിൽ വിസ കിട്ടാതെ പോയ കഥകളും എനിക്കറിയാം. ഈ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതല്ല, മറ്റേ ആൾക്ക് പറയുന്നെങ്കിൽ വിസ റിജക്ഷൻ ആയ കാര്യം അറിയാം. അപ്പൊ എനിവേ, നോർത്ത് ഇന്ത്യ ആയതുകൊണ്ട് ബൈ ഡിഫോൾട്ട് ഹിന്ദിയുടെ ഒരു ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ടായിരുന്നു. എന്ന ഉടൻ തന്നെ നമ്മുടെ പാസ്പോർട്ട്, പഴയ ബാങ്ക് കൗണ്ടർ, ഈ താഴത്തേക്ക് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ കുഴിയിൽ ഇട്ടിട്ട് പൈസ എടുക്കുന്ന സിസ്റ്റം ഇല്ലേ, അതേമാതിരി. ഇപ്പോഴൊക്കെ ബാങ്കിൽ പോലും ലെവലാണ് ഈ കൗണ്ടറൊക്കെ. മറ്റത് പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ടോക്കൺ ഇടാൻ ഒരു കുഴിയായിരുന്നു. ആ കുഴിയാണ് ന്യൂഡൽഹിയിലെ ഞാൻ കണ്ടത്. ബാക്കിയുള്ളടത്ത് മാറ്റമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫോണും മൊബൈലും ഈ പറഞ്ഞ പോലെ മര്യാദയ്ക്കൊന്ന് നിവർന്ന് നിൽക്കാൻ പോലും പറ്റില്ല. എല്ലാം നമുക്ക് പേടിയാണ്. ചുറ്റും ക്യാമറയും പിന്നെ ഇവരെന്തൊക്കെ നോക്കുന്നു, ആകെ പേടിച്ചാ നിൽക്കുന്നത്. അപ്പൊ എൻ്റെ ഒഴിവായി. പാസ്പോർട്ട് മേടിച്ചിട്ട് പാസ്പോർട്ടിന്റെ ബാക്കിലുള്ള ബാർകോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഈ 160 അയാളുടെ സ്ക്രീനിൽ വരും. അപ്പൊ നമ്മളോട് മൗത്ത് നോക്കും. എന്നിട്ട് നമ്മൾ സംസാരിക്കുന്ന എന്തെങ്കിലും ചോദിക്കുന്നതിനിടയ്ക്ക് ഇത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. വൈ ഡു യു വാണ്ട് ടു ഗോ ടു ദി US? സിമ്പിൾ. ആദ്യത്തെ ചോദ്യം എല്ലാവരോടും അതാണ്. ഞാൻ പറഞ്ഞു, ഐ എം ഗോയിങ് ഫോർ എ വെക്കേഷൻ, ടൂറിസ്റ്റ് ആയിട്ട് പോവാണ്. ആർ യു ഗോയിങ് അലോൺ? അടുത്ത ചോദ്യം. ഞാൻ എറണാകുളത്തെ ബെന്നീസ് റോയൽ ടൂറിസിന്റെ കൂടെയാണ്. അവരാണ് എനിക്ക് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഒരു US വിസ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരെ ഒരു ദിവസം വിളിച്ചിട്ട് എനിക്കൊരു US വിസ വേണം, എടുത്തു തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വിസ എടുത്തു കൊടുക്കില്ല, ഞങ്ങളുടെ കൂടെ ടൂർ വരികയാണെങ്കിൽ ഞങ്ങൾ എടുത്തു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, എടുത്തോ, ടൂർ വരാം, വിസ എനിക്ക് എടുത്തു തന്നാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ കുറേ അതിൻ്റെ സപ്പോർട്ടിങ് പേപ്പേഴ്സ്, അത് സ്ട്രോങ് ആയിട്ടുള്ള പേപ്പേഴ്സാണ്. നമ്മൾ ഇന്ന ഫ്ലൈറ്റിന് പോകുന്നു, ഇന്ന ഹോട്ടലിൽ താമസിക്കുന്നു, അമേരിക്കയിലെ അവരുടെ ടൂർ ഓപ്പറേറ്റർ
ഇന്ന ഡേറ്റ് തൊട്ട് ഇന്ന ഡേറ്റ് വരെ ഇതെല്ലാം അവർ സ്കാൻ ചെയ്തിട്ട് 160യുടെ കൂടെ ഉണ്ട്. എന്ന് മാത്രമല്ല 160യിൽ ഈ ഇതൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്, അവർക്ക് ഫില്ല് ചെയ്യാൻ ഏരിയ ഉണ്ട്. അപ്പൊ നമ്മളോട് സംസാരിക്കുമ്പോൾ ഇയാൾ ഇതൊക്കെ നോക്കും. അപ്പൊ ആർ യു ഗോയിങ് അലോൺ? അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും അല്ല സാർ, ഞാനൊരു ഗ്രൂപ്പിലാണ് പോകുന്നത്, ഞങ്ങൾ ഒരു 15 days പ്രോഗ്രാമാണ്, ബെന്നീസ് ഗ്രൂപ്പ് എന്നും പറഞ്ഞുകൊണ്ട്, ഇറ്റ്സ് എ വെൽ നോൺ ഗ്രൂപ്പ് ഇൻ ദ കൺട്രി എന്നൊക്കെ പറയുമ്പോൾ അയാൾ നോക്കും. നോക്കിയപ്പോൾ കുഴപ്പമില്ല, ബെന്നീസിന്റെ ഇമേജും ഡീറ്റെയിൽസും അതിൽ കാണുന്നു, അമേരിക്കയിലെ ഇവരുടെ ടൂർ ഓപ്പറേറ്ററുടെ നമ്പറും ഇമെയിൽ ഐഡിയും മറ്റേ എല്ലാ ഡീറ്റെയിൽസും അവിടെ ഉണ്ട്. അപ്പോൾ അയാൾ വിശ്വസിക്കുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓരോരുത്തരോട് ഓരോന്നായിരിക്കും ചോദിക്കുക. എന്നോട് ചോദിച്ചു വാട്ട് യു ഡു ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ദെൻ ഹൗ മച്ച് യു നീഡ് ടു പേ ഫോർ ദിസ് ടൂർ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത്ര രൂപ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു മക്കളൊക്കെ അങ്ങനെ എംപ്ലോയിഡ് ആണ് കാര്യം അത് പറഞ്ഞു. പിന്നെ എന്താ, അത് കഴിഞ്ഞിട്ട് എന്തോ ഒരു കാര്യം കൂടെ അയാൾ ചോദിച്ചു. 2-3 മിനിറ്റിനുള്ളിൽ ഇവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർ ചോദിക്കുന്നു. അത് ഓരോ വ്യക്തിയിൽ നിന്നും വ്യത്യസ്തമാണ്. പിന്നെ സത്യസന്ധമായിട്ട് സംസാരിക്കുക, ഫോം ഫില്ല് ചെയ്യുമ്പോഴും സത്യസന്ധമായിട്ട് കൊടുക്കുക, പറയുന്നതിൽ സത്യസന്ധത ഉണ്ടെന്ന് തോന്നുക. എല്ലാവരും പറയുന്ന മാതിരി ഒറ്റ കാര്യമേ ഉള്ളൂ, ഇയാൾ അവിടെ പോയിട്ട് പണി തപ്പി നടക്കില്ല, ഇയാൾ നാട്ടിലോട്ട് തിരിച്ചു വരും എന്നുള്ള തോന്നൽ അവർക്കുണ്ടെങ്കിൽ അവർ വിസ അപ്രൂവ് ചെയ്യും. അപ്പോൾ ഹി വാസ് സാറ്റിസ്ഫൈഡ്. എന്നോട് പറഞ്ഞു യുവർ വിസ അപ്രൂവ്ഡ്, യു വിൽ ഗെറ്റ് യുവർ പാസ്പോർട്ട് വിതിൻ 1 week's ടൈം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ വിസ കിട്ടിയത്. അപ്പോൾ അത് ഫസ്റ്റ് ഒരു ഘട്ടം, അമേരിക്കൻ വിസ എന്താണ്, എങ്ങനെയാണ് വിസ കിട്ടേണ്ടത്, ഇനി അമേരിക്കയിലേക്കുള്ള യാത്രയും അതിൻ്റെ മറ്റ് കാഴ്ചകളും അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.